നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ വിൻഡോ തുറക്കാനാകുമ്പോൾ റൂമറുകൾ പ്രചരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ആരാധകർ പലപ്പോഴും ആ റിപ്പോർട്ട് ചെയ്തയാളുടെ ക്രെഡിബിലിറ്റി നോക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾക്ക് വലിയ വിശ്വാസമുള്ള ജേർണലിസ്റ്റാണ് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോ. ആ റൊമാനോ ഇപ്പോൾ പുറത്തുവിടുന്നൊരു വാർത്തയാണ്. എഡേഴ്സൺ മോറസ് മാഞ്ചസ്റ്റർ സിറ്റി വിടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. അദ്ദേഹം അത് പരിഗണിക്കുന്നു. നല്ല ഓഫറുകൾ വന്നാൽ അദ്ദേഹം സിറ്റി വിടാൻ തയ്യാറാണ്. സൗദി അറേബ്യയിൽ നിന്ന് ഓഫറുകളുണ്ട് എന്നാണ് ഇപ്പോൾ ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത്. എക്സ്ക്ലൂസീവായിട്ടാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് ഇങ്ങനെയാണ്: എഡേഴ്സൺ കുഡ് ലീവ് മാഞ്ചസ്റ്റർ സിറ്റി ഇൻ ദി സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഇൻ കേസ് ഓഫ് ഗുഡ് പ്രപ്പോസൽ. ഇറ്റ്സ് എ പോസിബിലിറ്റി. നല്ല പ്രപ്പോസലുകൾ വരികയാണെങ്കിൽ എഡേഴ്സൺ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മാഞ്ചസ്റ്റർ സിറ്റി വിട്ടേക്കും. അതൊരു പോസിബിലിറ്റിയാണ്. ഓൾറെഡി സൗദി പ്രോ ലീഗ് ക്ലബ്ബുകൾ അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എഡേഴ്സൺ ഈ പോസിബിലിറ്റീസ് സീസണിൻ്റെ അവസാനത്തിൽ പരിഗണിക്കും. ഇറ്റ് വിൽ ബി അപ് ടു ദി പ്ലെയർ എന്നാണ് പറയുന്നത്. അതായത് എഡേഴ്സനാണ് തീരുമാനിക്കേണ്ടത്, പോകണോ വേണ്ടയോ. അദ്ദേഹം അത് പരിഗണിക്കാൻ തയ്യാറാണ്. നല്ല ഓഫറുകൾ വരികയാണെങ്കിൽ അദ്ദേഹം ക്ലബ്ബ് വിട്ടേക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം, സിറ്റിയുടെ ഈ വലിയ നേട്ടങ്ങളിലൊക്കെ നല്ല റോള് വഹിച്ചിട്ടുള്ള ആളാണ് എഡേഴ്സൺ മോറസ്. 30 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. 2017 ബെൻഫിക്കയിൽ നിന്ന് അദ്ദേഹത്തെ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പെപ്പ് ഗാർഡിയോള എത്തിക്കുന്നത്. പെപ്പ് സിറ്റിയുടെ പരിശീലകനായിട്ട് വരുമ്പോൾ അദ്ദേഹം പിന്നീട് ആഗ്രഹിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആളാണ് എഡേഴ്സൺ മോറസ്. അദ്ദേഹം അത് വിശദമായിട്ട് പിന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. താൻ ബയേണിലായിരുന്ന സമയത്ത് ബയേണും ബെൻഫിക്കയും തമ്മിലൊരു കളി വന്നപ്പോൾ അതിന് മുമ്പ് എതിരാളികളുടെ കാര്യങ്ങൾ ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ കൂടെയുള്ളവർ വിളിച്ചിട്ടൊരു കാര്യം കാണിച്ചു തന്നു. എഡേഴ്സിൻ്റെ കിക്കുകൾ അതിങ്ങനെ പറന്നിറങ്ങുകയാണ് എതിർ ടീമിൻ്റെ ഗോൾ മുഖത്തേക്ക്. ഇത് സംതിങ് അൺയൂഷ്വലാണ് എന്ന് അന്നേ നോട്ട് ചെയ്ത് വെച്ചതാണ്. അങ്ങനെയാണ് സിറ്റിയിലേക്ക് എത്തിയപ്പോൾ എഡേഴ്സനെ പൊക്കാൻ തീരുമാനിച്ചതെന്നും എഡേഴ്സനെ ടീമിലേക്ക് കൊണ്ടുവന്നതെന്നും പെപ്പ് നേരത്തെ വിശദമാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും 2017 സിറ്റിയിലെത്തി. സിറ്റിക്ക് വേണ്ടി നിരവധി മത്സരങ്ങളിൽ കളിക്കളത്തിലിറങ്ങി പെപ്പിൻ്റെ ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിച്ചയാളാണ് എഡേഴ്സൺ മോറസ്. 2017, 18, 2018, 19, 2020, 21, 22, 23, 24 ഈ സീസണുകളിലൊക്കെ സിറ്റിയുടെ കിരീട നേട്ടത്തിൽ, പ്രീമിയർ ലീഗ് കിരീട നേട്ടത്തിൽ അദ്ദേഹം പങ്കാളിയായി. 2018, 19, 22, 23 സീസണുകളിലെ FA കപ്പ് കിരീട നേട്ടത്തിൽ അദ്ദേഹം പങ്കാളിയായി. ഇനിയിപ്പോൾ ഫൈനൽ വരുന്നുണ്ട്, പക്ഷേ പരിക്ക് കാരണം അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല. EFL കപ്പിൽ 2017, 18, 19, 20, 21 സീസണുകളിൽ കിരീടം ചൂടി. FA കമ്മ്യൂണിറ്റി ഷീൽഡിൽ 2018, 19 മുത്തമിട്ടു. UEFA ചാമ്പ്യൻസ് ലീഗിൽ 2022, 23 പോയ സീസണിൽ മുത്തമിട്ടു. UEFA സൂപ്പർ കപ്പ് 2023 കിരീടം ചൂടി. FIFA ക്ലബ്ബ് വേൾഡ് കപ്പ് 2023 കിരീടം ചൂടി. അങ്ങനെ അനവധി കിരീടങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നേടിയ ശേഷം എഡേഴ്സൺ ചിന്തിക്കുന്നു, ഒരു മാറ്റമായാലോ എന്ന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.